നമസ്കാരം. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കുന്ന നാടൻ മാങ്ങ പാൽക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാങ്ങ കൊത്തിയരിഞ്ഞത് 1 കപ്പ്, മുളക് പൊടി 1/2 സ്പൂൺ, നാളികേരക്കൊത്ത് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, തേങ്ങയുടെ 1/4 പാൽ 1/4 കപ്പ്, 2 പാൽ 1 കപ്പ്. നമുക്ക് പാചകം ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കൊത്തിയരിഞ്ഞ മാങ്ങ ഇടാം. ഞാനിതിൽ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെനച്ച മാങ്ങയായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്കതില്ലെങ്കിൽ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുളി കളയാൻ നന്നായിരിക്കും. നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ്, കറിവേപ്പില ഇതിട്ടതിന് ശേഷം അതിലേക്ക് 2 പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നേരം അടച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റായി. ഇനി ഇത് തുറന്ന് നോക്കാം. മാങ്ങ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പ് ഒരു സ്വല്പം കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് കടുക് താളിക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നാടൻ കറി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യണത്. ഇനി ഇതിലേക്ക് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ അരിഞ്ഞു വെച്ച നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ കളർ ആവുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 സെക്കൻഡ് അടച്ചു വെക്കാം. അതിനുശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ മാങ്ങാ പാൽക്കറിയാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.